കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് പിശാച് ബാധിതനായ ഒരു ഊമയെ ജനങ്ങൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവർ പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ ഊമ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ട് പറഞ്ഞു, ഇതുപോലൊരു സംഭവം ഇസ്രായേലിൽ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ ഫരിസേയർ പറഞ്ഞു, അവൻ പിശാചുക്കൾ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട രണ്ട് വചനഭാഗങ്ങളിലൂടെയും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ആവശ്യമായ ഒരു ദൈവാനുഭവത്തിൻ്റെ ചിത്രം വരച്ചെടുക്കുവാനും അതനുസരിച്ച് ദൈവിക സങ്കല്പത്തിൽ വളരുന്നവരായി മാറുവാനൊക്കെയുള്ള ഒരു വലിയ ആഹ്വാനം വചനം നമുക്ക് തരികയാണ്. നമ്മൾ വായിച്ചു കേട്ട ഒന്നാമത്തെ വായനയിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവവുമായി മൽപ്പിടുത്തം നടത്തുന്ന യാക്കോബിനെ കാണുന്നുണ്ട്. യാക്കോബിൻ്റെ ജീവിതം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒത്തിരിയേറെ ചതിവും വഞ്ചനയിലൂടെയൊക്കെ തനിക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങളൊക്കെ നേടിയെടുത്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോയവനാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഒടുവിൽ ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു അനുഭവമാണ്. ദൈവവുമായിട്ടൊരു മൽപ്പിടുത്തം നടത്തി ദൈവത്തെ കണ്ടുമുട്ടി ആ ഒരു വലിയ ദൈവാനുഭവത്തിലേക്ക് വളരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു വ്യക്തിയുമായിട്ട് രാത്രിയുടെ യാമങ്ങളിൽ മുഴുവനും മൽപ്പിടുത്തം നടത്തുന്നതായിട്ട് നമ്മൾ വചനത്തിൽ വായിച്ചു. പലപ്പോഴും ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് ഇതൊരു ആത്മീയ സംഘർഷമാണ്. അവൻ്റെ മാറ്റത്തിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കാനും ദൈവത്തെ അറിയുവാൻ അനുഭവിക്കുവാനും ഒരു ജീവിതത്തിൽ പുതിയ സൃഷ്ടിയായിട്ട് മാറുവാനായിട്ടുള്ളൊരു ആത്മീയ സംഘർഷമായിട്ടൊക്കെ ഇത് വിവരിക്കുന്നുണ്ട്. ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് രാത്രിയുടെ യാമങ്ങളിൽ മുഴുവൻ നേരവും മൽപ്പിടുത്തം നടത്തിയിട്ട് യാക്കോബ് പറയുന്ന കാര്യമാണ്, നീ എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. നീ എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ഇതൊരു വലിയ അവനൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇത്ര നേരം വഴക്കുണ്ടാക്കിയിട്ട് പിന്നെയും അനുഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്, തിരിച്ച് രണ്ടെണ്ണം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുക. ഇവിടെ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു മാറ്റത്തെയാണ് പ്രധാനമായിട്ട് എടുത്ത് കാണിക്കുക. അതായത്, നീ എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ നിന്നെ ഞാൻ പോകാൻ അനുവദിക്കത്തില്ല. അങ്ങനെ യാക്കോബിനെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ കാണുക, അവനൊരു പുതിയ പേര് കൊടുക്കണം. അവനൊരു പുതിയ സൃഷ്ടിയായി എന്നുള്ളതിൻ്റെ ഒരു വലിയ അടയാളമായിട്ടാണ് അവൻ്റെ പുതിയ പേര് നൽകുക. അവൻ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. അങ്ങനെ ആ ഒരു വലിയ ദൈവാനുഭവത്തിലേക്ക് വളർന്ന അല്ലെങ്കിൽ കടന്നു വന്ന ആ ഒരു യാക്കോബ് അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിനൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവൻ ദൈവത്തെ കണ്ടുമുട്ടിയ സ്ഥലത്തിന് അവൻ പെനുവേൽ എന്ന് പേരിടുകയാണ്. ദൈവത്തിൻ്റെ മുഖം ദർശിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്ന ആ ഒരു വലിയ ആത്മീയ സംഘർഷത്തിനൊടുവിൽ ദൈവത്തെ കണ്ടുമുട്ടി ദൈവത്തിൻ്റെ ആ ഒരു വലിയ സ്നേഹവും കരുതലുമൊക്കെ അനുഭവിച്ചതിന് ശേഷം നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഒരു വലിയ ഒരു പ്രാധാന്യമുണ്ട്. ദൈവിക സങ്കല്പങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റത്തിന് വേണ്ടിയാണ് ഇങ്ങനൊരു വചനഭാഗം നമുക്ക് സഭാമാതാവ് തരിക. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കർത്താവിനെ അനുഭവിക്കുന്നവർ, നേരിട്ട് കാണുക മാത്രമല്ല കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലൊരു പെനുവേൽ അനുഭവം നമുക്കുണ്ടാകാറുണ്ട്. സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ ആ ഒരു വലിയ സ്വഭാവ സവിശേഷതയാണ്. ജനങ്ങളെ നോക്കിയിട്ട് ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നിയെന്ന് പറയും. അതായത് അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ അവർ ഒത്തിരി പരിഭ്രാന്തരും നിസ്സഹായരുമായിട്ട് അവർ കാണപ്പെട്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവരോട് ഏറ്റവും അധികം അനുകമ്പയും അലിവും തോന്നുന്ന ഈശോയെ കാണാൻ പറ്റും.
ഇതിന് മുമ്പായിട്ട് നമ്മൾ വായിച്ച് കേൾക്കുന്നത് ഒരു ഊമനെ സുഖപ്പെടുന്ന ഒരു പിശാച് ബാധിതനായ ഒരു ഊമനയായ ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുന്നു. അവന് സൗഖ്യം ലഭിച്ചതിന് ശേഷം അവൻ സംസാരിക്കാനൊക്കെ ഒരു വലിയ നന്മ പ്രവർത്തി ചെയ്തതിന് ശേഷം അതിനെ നന്നായിട്ട് വ്യാഖ്യാനിക്കുന്നവരും ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളെ കാണാൻ പറ്റും. ഫരിസേയരും നിയമജനും അവിടെ കൂടെ ഉണ്ടായിരുന്ന പ്രമുഖന്മാരെല്ലാവരും ഈശോയ്ക്ക് എതിരായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അതേസമയത്ത് സാധാരണക്കാരായ വ്യക്തികൾ ഈശോയുടെ ഈ ഒരു വലിയ പ്രവൃത്തി കണ്ട് അവനിൽ വിശ്വസിക്കുകയും അവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യും. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലൊരു സംഭവത്തിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും തകർന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതായത് നമ്മളെക്കുറിച്ച് വിമർശനങ്ങളൊക്കെ കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ തളർന്നു പോകാറുണ്ട്. പക്ഷേ ഇവിടെ ഇത്രമാത്രം വിമർശനങ്ങളൊക്കെ ഇത്രമാത്രം ഉന്നതമായ ആളുകളിൽ നിന്നൊക്കെ കേട്ടിട്ട് പോലും തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിന് ഒരു മാറ്റവും ഇല്ലാതെ ഈശോ വീണ്ടും തൻ്റെ ദൗത്യം തുടരുന്നത് കാണാൻ പറ്റും. പക്ഷെ വീണ്ടും എല്ലായിടത്തും ചുറ്റി സഞ്ചരിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിക്കുകയും എല്ലാവർക്കും രോഗശാന്തി നൽകുകയും ചെയ്തു. ഇത്രയും നാൾ നന്മ ചെയ്തതല്ലേ, ഇത്രയും ആളുകൾ എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞതല്ലേ, ഇനി ഞാൻ ആർക്കും ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഒരു നന്മയും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ലക്ഷ്യത്തിൽ നിന്നും ഉത്തരവാദിത്തത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഈശോയെ നമ്മൾ വചനത്തിൽ കാണുന്നില്ല. തൻ്റെ പിതാവ് തന്നെ ഏൽപ്പിച്ച ആ ഒരു വലിയ ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന ഈശോയെ നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും. അവിടെ തൻ്റെ ഉത്തരവാദിത്വം എത്ര മനോഹരമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റുമോ അത്രമാത്രം മനോഹരമാക്കാൻ പരിശ്രമിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരോടും അനുകമ്പയോടെ പെരുമാറുന്ന ഈശോ. സംഖ്യയുടെ പുസ്തകം 27-ാം അധ്യായം 16-17 തിരുവചനത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ വചനഭാഗത്ത് കാണുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുവരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തെ കണ്ടുമുട്ടി ദൈവത്തെ അനുഭവിച്ച നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തെ പ്രഘോഷിക്കുന്നവരായി മാറുവാൻ, അതായത് ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകളിലൂടെ കർത്താവിനെ ലോകത്തിന് മുമ്പിൽ വരച്ചു കാട്ടുന്നവരായി നമ്മുടെ ജീവിതങ്ങൾ മാറും. ഓരോ വിശുദ്ധ കുർബാനയിലും ഒരു വലിയ പെനുവേൽ അനുഭവത്തിലൂടെ നമ്മൾ കടന്നുപോയിട്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കരുണയോടെ പെരുമാറുവാൻ, സ്നേഹത്തോടെ കരുതലോടെ പെരുമാറുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് നമ്മുടെ മാനുഷികമായ ബലഹീനതകളും പോരായ്മകളും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ട് ഒരു വലിയ സ്ട്രഗിളിലൂടെയാണ് നമ്മൾ കടന്നു പോകുക. പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയമായ ജീവിതത്തിൽ വളരുവാനായിട്ട് ഈ യാക്കോബിന് സംഭവിച്ചതുപോലെയുള്ള ഒരു ആത്മീയ സംഘർഷത്തിൽ കടന്നു പോകുമ്പോഴും അവിടെയും നമുക്ക് പ്രാർത്ഥിക്കാവുന്ന കാര്യം, കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ പറഞ്ഞയക്കുകയില്ല. അങ്ങനെ ഒരു വലിയൊരു ഷഠ്യത്തോടു കൂടെ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമുക്കിന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും ഭക്തിയോടെ നമുക്കും പ്രാർത്ഥിക്കും, കർത്താവേ, നിൻ്റെ സ്നേഹമായി മാറാൻ, നിൻ്റെ കരുണയായി മാറാൻ, നീ പെരുമാറിയതുപോലെ അനുകമ്പയോടെ ജീവിത സാഹചര്യങ്ങളിൽ പെരുമാറുവാനും നിൻ്റെ ആ ഒരു വലിയ അനുഭവത്തിൽ, ദൈവാനുഭവത്തിൽ നിലനിൽക്കുന്നവരായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതിന് വേണ്ട കൃപയും അഭിഷേകവും ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.